ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ രാമക്കൽമേട്ടിലെ കർഷകയായ ശ്രീമതി KT സുശീലയുടെ സമ്മിശ്ര കൃഷിയിലെ അനുഭവ പാഠങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കരുണാപുരം പഞ്ചായത്തിലെ രാമക്കൽമേടെന്ന കാർഷിക ഗ്രാമത്തിലാണ്. ഹരിതാഭമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് രാമക്കൽമേട്. തമിഴ്നാട്ടിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള ഈ മലമ്പ്രദേശത്ത് സമ്മിശ്ര കൃഷിയുടെ വിളനിലമൊരുക്കുന്ന സുശീല KT എന്ന വനിതാ കർഷകയാണ് ഇന്ന് തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചേച്ചി നമസ്കാരം. ചേച്ചി എത്ര വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്? ഏതൊക്കെ ഇനം വിളകളാണ് കൃഷി ചെയ്യുന്നത്? ഞാൻ ചെറുപ്പം മുതലേ കാർഷിക രംഗത്തുള്ളയാളാണ്. എന്നിരുന്നാലും എനിക്ക് സർക്കാർ ജോലിയിൽ നിന്നിപ്പോൾ വിരമിച്ചിട്ട് 2-3 വർഷം ആകുന്നേ ഉള്ളൂ. വിരമിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും കാർഷിക വൃത്തിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2023 കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കൃഷിയിൽ തന്നെ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ആ കാലയളവിൽ ഈ കൃഷി തുടരുന്നുണ്ടായിരുന്നോ? നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലയളവിലും ഞാൻ പച്ചക്കറി കൃഷി നടത്തുകയും അതിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ എൻ്റെ സഹപ്രവർത്തകരുടെ ഇടയിൽ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ഏക്കറിലാണ് കൃഷി? ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ? പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഏലം, കുരുമുളക്, തെങ്ങ്, ജാതി ഇത്യാദി കൃഷികളുണ്ട്. ഏകദേശം 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ഏതൊക്കെ ഇനം പച്ചക്കറികളാണ് പ്രധാനമായും ഈ നാട്ടിൽ വളരുന്നത്, താങ്കൾ കൃഷി ചെയ്യുന്നത്? എല്ലാ ഇനം പച്ചക്കറികളും ഈ നാട്ടിൽ വിളയുമെന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് വ്യക്തമായിട്ടുള്ളത്. കൂർക്ക, ചേന, ചേമ്പ്, കാച്ചിൽ, പയറുവർഗ്ഗങ്ങൾ, കാബേജ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, സബോള, ഉള്ളി, വഴുതന, പച്ചമുളക്, എന്തുവേണ്ട നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, കോവയ്ക്ക, പാവയ്ക്ക എന്ന പടവലങ്ങ, ചുരയ്ക്ക, മത്തങ്ങ, കുമ്പളങ്ങ, എല്ലാ സാധനങ്ങളും നമ്മുടെ ഭൂമിയിൽ വിളയുമെന്ന് അനുഭവം കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഈ ക്യാബേജ് ഉൾപ്പെടെയുള്ള വിളകൾ ശൈത്യകാല വിളകൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രാമക്കൽമേട് പോലെയുള്ളൊരു സ്ഥലത്ത് അന്തരീക്ഷ ചൂട് അല്പം കൂടുതലായതുകൊണ്ട് അത് അതിൻ്റെ ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ രീതിയിലാണ്. ഒരു കാരണവശാലും നമ്മൾ അതിന് രാസവളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല. ചാരം ആണോ അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റുള്ള മേഖലയിൽ നിന്ന് വരുമ്പോൾ ഒരു 3 കിലോ ഒക്കെ ഉള്ളത് ആണ് ഉൽപ്പന്നം കിട്ടുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു 1 കിലോ അല്ലെങ്കിൽ 900 ഗ്രാം ഒക്കെ വീതമുള്ള കാബേജാണ് കിട്ടുന്നത്. പക്ഷേ അതിന് മറ്റുള്ള മേഖല കീടനാശിനികൾ ഉപയോഗിച്ച് കൃഷി ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ ടേസ്റ്റ് കൂടുതലാണെന്നുള്ളതും കൊണ്ട് തന്നെ ഞങ്ങൾക്കത് ലാഭകരമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഹൈറേഞ്ചിൽ വളരെ അപൂർവമായ ചെറുകിഴങ്ങ് കൃഷി താങ്കളുടെ കൃഷിയിടത്തിലുണ്ടെന്ന് അറിഞ്ഞു. എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികൾ? ഇതിൻ്റെ വിത്ത് എവിടെ നിന്നാണ് താങ്കൾക്ക് ലഭിച്ചത്? അക്കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ? ചെറുകിഴങ്ങിൻ്റെ വിത്ത് എനിക്ക് ലഭിച്ചത് എൻ്റെ ഒരു ബന്ധു കൂത്താട്ടുകുളത്ത് താമസിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാനൊരു കിഴങ്ങ് കൊണ്ടുവന്നതാണ്. അത് ഇപ്പോൾ കൃഷി ചെയ്ത് ഇപ്പോൾ ഈ വർഷം ഒരു 3-4 കിലോയോളം ഞാൻ കൃഷി ചെയ്തെടുത്തു. കുറച്ച് പേർക്ക് വിത്തിനും കൊടുത്തു. ബാക്കി ഞാനിപ്പോൾ വിത്തിനായിട്ട് സംഭരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ആ മേഖലയിൽ നിന്ന് തന്നെ ഞാൻ കച്ചോലവും ഇവിടെ കൊണ്ടുവന്ന് കൃഷിയെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു 10-15 കിലോ കച്ചോലം മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷവും കൃഷി ചെയ്തിട്ടുണ്ട്. കൊടുക്കാൻ ഭാഗത്ത് വിളവെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കച്ചോലം എന്ന് പറയുന്ന വിള ഏത് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? ഇതിന് ഒരു വിപണി ഉണ്ടോ? നിലവിൽ വിപണിയുണ്ടോ? കച്ചോലം എന്ന് പറയുന്നത് ആയുർവേദ മരുന്നുകൾക്കാണ് ഉപയോഗിക്കുന്നത്. വളരെ ഗുണോപകരമായ ഒരു സാധനമാണ്. ഇത് അരിഞ്ഞുണങ്ങിയാണ് വിൽപ്പന നടത്തേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ അരിഞ്ഞുണങ്ങാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവർക്കും വിത്തിനായിട്ട് കൊടുത്തത് കൊണ്ട് ഈ വർഷം അരിഞ്ഞു ഉണങ്ങി വിൽക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏലവും കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏലം ഏതിനമാണ്? എത്ര ഏക്കറിലാണ് ഈ ഏലം മാത്രമായിട്ട് കൃഷി ചെയ്യുന്നത്?
ഏലം കൃഷി ചെയ്യുന്നുണ്ട്. അത് ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഏലമാണ് കൃഷി ചെയ്യുന്നത്. 250 മൂട് ഏലം മാത്രമേ ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ. പൂർണ്ണമായും ഏലത്തിന് നമുക്ക് വളം ചേർക്കാതെയും കീടനാശിനി അടിക്കാതെയും പറ്റില്ലാത്തത് കൊണ്ട് ഒരു കാരണവശാലും കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചിട്ടില്ല. പച്ചക്കറി കൃഷി ചെയ്യുന്ന ഭാഗത്തേക്ക് ഏലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൃഷിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏലം കൃഷി ചെയ്യുന്ന കുറച്ച് ഏലം മാത്രം കൃഷി ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്ത് പൂർണ്ണമായും പച്ചക്കറിയും കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ് കൃഷി ചെയ്യുന്നത്. ഈ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെ അല്പം ചൂട് കൂടുതലാണ്. അത് ഈ ഏലം കൃഷിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാറുണ്ടോ? അതിന് എന്താണ് പ്രതിവിധി ആയിട്ട് ഈ വേനൽക്കാലത്തൊക്കെ ചെയ്യാറുള്ളത്? ഇവിടെ ഇപ്പോൾ ചൂട് പൊതുവെ കൂടുതലായതുകൊണ്ട് തന്നെ ഏലം ഉണ്ട് എന്നല്ലാതെ മറ്റുള്ള മേഖലകളിൽ, അതായത് പണ്ടമേട്, ഉടുമ്പൻചോല ഈ ഭാഗങ്ങളിലുള്ള ഏലത്തെ പോലെ ഒരു കാരണവശാലും നമുക്ക് അത്രയും ഗുണം അതിൽ നിന്ന് ലഭിക്കുന്നില്ല. എങ്കിൽ കൂടിയും ഒരു വരുമാനം എന്ന രീതിയിലും 45 ദിവസമാകുമ്പോൾ വിളവെടുക്കാവുന്ന ഒരു വരുമാനം എന്ന രീതിയിലും എല്ലാവരും ഏലം കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും കൃഷിക്ക് അനുസരിച്ചുള്ള ഉൽപ്പാദനം അതിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറുമായിട്ട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് കരുണാപുരം ഗ്രാമപഞ്ചായത്ത്. എൻ്റെ ഭൂമിയും ബോർഡർ ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്ന വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ഇതൊരു ഫെൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ മറ്റും ആൾക്കാരാണ് ഞങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്താൽ അത് വന്യജീവികൾ കൊണ്ടുപോകുന്നുള്ളതുകൊണ്ട് ആരും തന്നെ കൃഷി ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ സ്ഥലം പൂർണ്ണമായും വളച്ചു കെട്ടി മുള്ളുകമ്പി ഇട്ട് അതിന് പുറത്തൂടെ നെറ്റ് കെട്ടി ആണ് എൻ്റെ വിളകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരച്ചീനി, ചേന, ചേമ്പ്, കാച്ചില ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൃഷി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് ഒരു കാരണവശാലും ചിലവേറിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ പാവപ്പെട്ട കർഷകർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ആർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മുടെ ഇത് സർക്കാരിന് ചെയ്യാമെന്ന് പറയുന്ന ഈ അതിർത്തി മേഖലയിലൊരു ഫെൻസിങ് വരികയാണെങ്കിൽ, മറയൂർ, കാന്തല്ലൂർ ഭാഗങ്ങളിലൊക്കെ കാട്ടുപോത്ത് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ പ്രവേശിക്കാതെ ഫെൻസിങ് കൊടുത്തിരിക്കുന്നത് പോലെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയിൽ നിന്ന് ഇത് നമുക്ക് പൂർണ്ണമായും ഉൽപ്പാദനം കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട് സർക്കാർ അവിടെയുള്ള കമ്പത്താണ് ഏറ്റവും കൂടുതൽ പന്നി ഉണ്ടായിരുന്നത്. ഈ പന്നികളെ മുഴുവനായിട്ട് അവർ ബോർഡറിലേക്ക് അടിച്ചു വിട്ടതാണ്. ആ പന്നികളാണ് ഇപ്പോൾ ഇവിടെ മുഴുവൻ കയറിയിരിക്കുന്നത്. കാരണം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ പന്നി മാറുന്നില്ല. മനുഷ്യരുമായിട്ട് നന്നായിട്ട് ഇണങ്ങി യോജിച്ച പന്നി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളെ കണ്ടാൽ പോലും ഇത് പോകുന്ന ഒരു സംവിധാനത്തിലല്ല ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ടാണ് പിന്നെ അവരുടെ പറമ്പിൽ കടന്നു പോകുന്ന മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചു കയറ്റിക്കൊണ്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇപ്പോൾ രാമക്കൽമേട് ടൂറിസം മേഖല ആയതുകൊണ്ടും രാത്രിയിലെല്ലാം റിസോർട്ടുകളിലെ ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ പന്നികൾക്ക് ആ മേഖലയിൽ തങ്ങാതെ, കാട്ടിൽ തങ്ങാതെ നേരെ ഇത് നാട്ടിലേക്ക് പോരുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കരുണാപുരം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ടൗൺ ഏരിയയിൽ പോലും ഇപ്പോൾ പന്നികൾ തമ്പടിക്കാൻ കാരണമായിട്ടുള്ളത് പ്രധാന വസ്തുത അതാണ്. നല്ല രീതിയിലൊരു ഫെൻസിങ് കൊടുത്തുകൊണ്ട് അത് ബോർഡർ ഏരിയ കംപ്ലീറ്റ് ഫെൻസിങ് ചെയ്യുകയാണെങ്കിൽ ഈ വന്യമൃഗങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുരങ്ങ് ശല്യം വളരെ കൂടുതലാണ്. തമിഴ്നാട് ഏരിയയിൽ വരുന്ന ടൂറിസ്റ്റുകൾ അവർ വന്നതിന് ശേഷം പുറത്ത് കളയുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ കഴിക്കാനായിട്ട് ധാരാളം കുരങ്ങുകൾ വരുന്നത്, ഈ കുരങ്ങുകൾ ഇപ്പോൾ ഇവിടെയുള്ള കർഷകർക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നിർമ്മാണം ചെയ്യാന്ന് പറഞ്ഞാൽ ഇഷ്ടം പേര, മാവ്, പ്ലാവ് ഇങ്ങനെയുള്ള ഫലവർഗ്ഗ ചെടികൾ ഈ കാട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതും ഒരു പരിധി വരെ ഈ കുരങ്ങുകളുടെ ഇങ്ങോട്ടുള്ള കടന്നുകയറ്റത്തെ തടയാവുന്നതാണ്. പിന്നെ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നത് പിന്നെ വനം വകുപ്പ് അതേപ്പറ്റി ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും ഒരു ഫെൻസിങ് അല്ലെങ്കിൽ ഇപ്പോൾ കിടങ്ങ് നിർമ്മിക്കുന്ന ഒരു സംവിധാനം പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമുക്ക് ആനശല്യം അങ്ങനെയില്ല. കിടങ്ങ് കൊണ്ട് നമുക്ക് പ്രയോജനം വരുന്നില്ല. ഫെൻസിങ് കൊണ്ടാണ്. ഫെൻസിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലകളെല്ലാം പഴയതുപോലെ തന്നെ കാർഷിക മേഖലകളായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ പന്നിശല്യം കാരണമാണ് ഒരു കാർഷിക വിളകളും നട്ട് പിടിപ്പിക്കാനായിട്ട് ആൾക്കാർ തയ്യാറാകുന്നില്ല. വെറുതെ പന്നിക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്തിനാണ് കൃഷി ചെയ്യുന്നുള്ള ഒരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആരും അതുകൊണ്ട് തന്നെ ഉള്ളവർ കൃഷി ചെയ്യുന്നവർ അത് സാമ്പത്തികമായിട്ട് അങ്ങനെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ഒരു കൃഷി എടുക്കാനും അവരുടെ ഭൂമി പൂർണ്ണമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ അവർ മാത്രം ജീവിക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് അത് പോകും. ഇപ്പം ഏറ്റവും കൂടുതൽ ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമമാണ്. തമിഴ്നാട്ടുകാരാണെങ്കിൽ എല്ലാ വർഷവും ഇവിടെ നിന്ന് ആൾക്കാർ ഈ തമിഴ്നാട് ബോർഡറിൽ പോയാണ് പുല്ല് ചെത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പശുവിനെ വളർത്തുന്നത് ഇപ്പം നിന്നു. കാരണം പുല്ല് ആയി കഴിഞ്ഞാൽ വേനൽക്കാലമായ പുല്ല് കിട്ടത്തില്ല. കാരണം തമിഴ്നാട് ഏരിയയിലെ കച്ചി വിൽപ്പന നടത്തുന്നതിന് വേണ്ടി അവർ തമിഴ്നാട്ടിൻ്റെ അവിടെ നിന്ന് ബോർഡർ ഏരിയ മുഴുവൻ കത്തിച്ചു വിടും. ആ തീ ആളിപ്പടർന്ന് ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഈ മൃഗങ്ങൾ കാട്ടിൽ അവശേഷിക്കുന്ന മൃഗങ്ങളൂടെ കേരളത്തിലേക്ക് വരികയാണ്.
അപ്പോൾ ഒരു കാരണവശാലും അപ്പോൾ അവരുടെ വസ്തുവകൾ വിറ്റഴിക്കണമെന്നൊരു ഉദ്ദേശം മാത്രമേ തമിഴ്നാട് സർക്കാരിനുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുമ്പോഴാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു കാരണവശാലും നേരത്തെ ഇവിടുന്ന് മരച്ചീനി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വാഴ, മരച്ചീനി, ചേമ്പ്, ചേന, കാച്ചില ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ മുഴുവൻ തമിഴ്നാട് സർക്കാർ കൃഷി ചെയ്ത് ഇങ്ങോട്ട് വിളവിറക്കുകയാണ്. കാരണം നമ്മുടെ ഇവിടേക്ക് ഇതിനെയെല്ലാം കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷി പൂർണ്ണമായും നശിക്കും. പക്ഷേ അവരുടെ കൃഷി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അവ ഒരു സംവിധാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. ഇപ്പം കന്നുകാലി വളർത്തലിനല്ല, ഇപ്പോൾ പാല് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് പുല്ല് കിട്ടാനില്ല. പിന്നെ കച്ചിക്കെല്ലാം തീപിടിച്ച വിലയാണ്. കച്ചിയെല്ലാം തന്നെയല്ല, വരുന്ന കച്ചി എന്ന് പറയുന്നത് മുഴുവൻ കീടനാശിനികൾ അടിച്ച കച്ചി ആയതുകൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് അസുഖങ്ങൾ വരികയും പശു ചത്തുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ അതിലേക്ക് മെനക്കെടാറില്ല. പിന്നെ അത് ആകെയുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഉള്ളറപ്പിന് പോകുക എന്നുള്ളതേ ഉള്ളൂ. പശുവിനെ വളർത്തി ജീവിക്കുന്നതിന് ഭേദമല്ലാതെ ഉള്ളറപ്പിന് പോകുക എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഭൂമി വെറും ഇങ്ങനെ മരുഭൂമിയായി മാറുകയാണ്. കൃഷിയൊന്നെല്ലാം തന്നെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, തമിഴ്നാടിനെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണ്. ഹൈറേഞ്ചിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കിഴങ്ങ് വിളകൾ ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരാളാണല്ലോ താങ്കൾ. ഈ കിഴങ്ങ് വിളകളെ സംരക്ഷിക്കാനായിട്ട് ഫെൻസിങ് പോലുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഗ്രാമസഭയിലോ അതുപോലുള്ള കാർഷിക കൂട്ടായ്മകളിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയോ ജനപ്രതിനിധികളുടെ അഭിപ്രായം തേടുകയോ ചെയ്തിട്ടുണ്ടോ ഇതിനു മുൻപ്? തീർച്ചയായും ഉണ്ട്. ഇങ്ങേറ്റം ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കലുങ്ക്, തോടിൻ്റെ അവിടെ ഒരു കലുങ്ക് നിർമ്മിക്കാനായിട്ട് ആ കലുങ്ക് പഞ്ചായത്ത് റോഡ് ക്രോസ് ചെയ്താണ് കലുങ്ക് പോകുന്നത്. അവിടെ ഒരു പാലം നിർമ്മിക്കാൻ പോലും ഇതുവരെ പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ടില്ല. ഫണ്ടില്ല എന്ന കാരണം കൊണ്ടാണ് ഇതെന്ന് പറയുന്നത്. അംഗൻവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് അതിലെ വഴിയുമില്ല. പാലമില്ലാത്തത് കൊണ്ട്, വഴിയില്ലാത്തത് കൊണ്ട് അവിടെ പൂർണ്ണമായിട്ട് അടഞ്ഞു പോയിരിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് വാഹനം ഇറക്കാൻ പോലും നിർവാഹമില്ലായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പലകുറി പഞ്ചായത്തും ഗ്രാമസഭയിലൊക്കെ ഉന്നയിച്ചാലും ഫണ്ടില്ല എന്നൊരു കാരണം പറഞ്ഞു, പ്ലാൻ ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞാണ് ഇവരിത് ഒഴിവാക്കുന്നത്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, പാലം പണിയുന്നതിന് ജില്ലാ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലോ നിങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്കീമുകളെല്ലാം മറ്റുള്ളിടത്തേക്ക് കൊടുത്തു. അത് ഇല്ല എന്നുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനോപകാരപ്രദമായ യാതൊരു നടപടികളും സ്വീകരിക്കാനായിട്ട് പഞ്ചായത്ത് ഇന്ന് വരെ ഒരു സംവിധാനവും ഏർപ്പെടുത്തുന്നില്ല. പഞ്ചായത്തിലുടനീളം, അതായത് ഈ ബോർഡർ ഏരിയയിൽ മാത്രമല്ല, ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾ ലേക്ക്, അതായത് കുഴിക്കണ്ടം ഭാഗത്തുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന മേഖലകളിലും പന്നിശല്യമാണ്. എപ്പോഴും പഞ്ചായത്ത് ഇതിനുവേണ്ടി യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചതായിട്ട് അറിയില്ല. മെമ്പർമാരും പറഞ്ഞിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ കാട്ടുപന്നി ശല്യം പരിഹരിക്കുന്നതിന് ഇപ്പോൾ വനം വകുപ്പ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശല്യക്കാരായ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ ലൈസൻസുള്ള തോക്കുടമകൾക്ക് സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടലുകൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ഇവിടെ ലൈസൻസ് ഉള്ള തോക്ക് ഉടമകളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ആരെങ്കിലും അർദ്ധരാത്രിയിൽ ഇപ്പോൾ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കേസായി ബഹളമായി, അതുകൊണ്ടാരും തന്നെ മെനക്കെടാറില്ല. പിന്നെ അങ്ങനെ ആരെങ്കിലും വെടിവെച്ചാണെങ്കിൽ അത് മുലയൂട്ടുന്ന പന്നിയാണോ എന്ന് നോക്കണം, പിന്നെ അത് പ്രഗ്നൻ്റ് ആണോ എന്നുള്ള പന്നിയാണോ എന്ന് നോക്കണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അതിനെ കൊന്നു കഴിഞ്ഞാൽ അതിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. ഈ രീതിയിലുള്ള നിയമാവലികളൊക്കെ സർക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അതിന് മെനക്കെടും. പിന്നെ കൊല്ലാമെന്ന് പറയുന്നതല്ലാതെ ലൈസൻസ് ഉള്ള തോക്കും കൊണ്ട് ചെന്ന് കൊല്ലാമെന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉള്ള തോക്കുള്ള ആൾക്ക് പന്നിയെ കൊന്നിട്ട് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. അയാൾക്കിപ്പോൾ പന്നിയെ കൊന്നിട്ട് ഇങ്ങനെ പന്നിയെ പിന്നെ പ്രഗ്നൻ്റ് ആണോന്നോ അല്ലെ പന്നി മുലയൂട്ടുന്നതാണോ എന്ന് നോക്കിയിട്ട് അതിനെ കൊണ്ട് പെട്രോൾ ഒഴിച്ച് കുഴിയും കുത്തി കുഴിച്ചിടേണ്ട ചുമതലയും ലൈസൻസ് ഉള്ള തോക്കുടമയ്ക്കില്ല. ലൈസൻസ് ഉള്ള തോക്കുടമയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളതാണ്. അവർക്ക് അതിന് മെനക്കെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതൊരു വെറുതെ ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ
കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി തുടരുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ സോഴ്സ് എന്താണ്? ഞാൻ കൂടുതലായി ഉപയോഗിക്കുന്നത് ചാണകവും ആട്ടിൻ കാഷ്ടവുമാണ്. എനിക്ക് 5ഓളം ആടുണ്ട്. ഇപ്പം 3 ഉള്ളൂ. ആടിന് സാമാന്യം നല്ല 5 അടി ഉയരത്തിലുള്ളൊരു കൂട് നിർമ്മിച്ച് അതിനടിയിലായിട്ട് ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ചെരിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിന് മൂത്രവും ഒഴുകി വന്ന് ഒരു ബക്കറ്റിലേക്ക് വീഴുന്ന രീതിയിൽ ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ ഒരു ബക്കറ്റ് വെച്ച് അതിലേക്ക് മൂത്രം വന്ന് വാർന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഒരു 2 ബക്കറ്റ് മൂത്രം ഒരു ദിവസം കിട്ടാറുണ്ട്. ഇത് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത്, അതായത് 7 ഇരട്ടി വെള്ളം, 1 ലിറ്റർ ആട്ടിൻ മൂത്രത്തിൽ 7 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഞാനിങ്ങനെ കൃഷിക്ക് അകത്തി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചക്കറികൾക്ക് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മഴയുള്ള സമയത്താണെങ്കിൽ, പൂർണ്ണമായും മഴയാണെങ്കിൽ വലിയ അളവിൽ വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുക്കുകയും, വേനൽക്കാലത്താണ് ഇപ്രകാരം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ വേപ്പും പിണ്ണാക്കും എല്ലുപൊടി കുഴിയിൽ വിതറി കൊടുത്തിട്ട് അതിന് മുകളിലാണ് നടാറുള്ളത്. സാമാന്യം നല്ലത് കിട്ടും. പിന്നെ കുറേയൊക്കെ എന്തായാലും ഇത് കൊണ്ടുപോകാറുണ്ട്. പിന്നെ പയറൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിന് ചാഴി ശല്യമുണ്ട്. അങ്ങനെ വരുമ്പം ഇത് ഇച്ചിരി അകത്തി പയർ നട്ടതിന് ഒരു 2 മീറ്റർ താഴ്ന്ന് ചുറ്റോട് ചുറ്റും ചവറുകൾ കൂട്ടിയിട്ട് സന്ധ്യ സമയത്ത് പുക കൊടുക്കും. പുക കൊടുക്കുമ്പം ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് പുക കൊടുക്കുകയാണെങ്കിൽ ചാഴി അവിടെ നിന്ന് പൊയ്ക്കോളും. അങ്ങനെയുള്ള അടുപ്പിച്ച് കൊടുക്കണം. 2-3 ദിവസം അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ചാഴി ശല്യം പിന്നെ ഉണ്ടാകുന്നില്ല. പിന്നെ കുറേയൊക്കെ എന്തായാലും നഷ്ടപ്പെട്ടു പോകും നമുക്ക്. എന്നാലും ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൃഷിക്ക് ആനുപാതികമായിട്ട് നമുക്ക് മുടക്കുമുതലിന് എപ്പോഴും ലാഭമുണ്ട്, കിട്ടുന്നുണ്ട്. ഈ വളത്തിന് വേണ്ടി അല്ലാതെ ഈ ആട് വളർത്തൽ ലാഭകരമാണോ? താങ്കളുടെ ഒരു അനുഭവത്തിൽ ലാഭകരമാണോ? നിലവിൽ ഈ ആട് കർഷകർ വളരെ പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആട് കർഷകർ പ്രസിദ്ധരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നല്ലതിന് ആടുകളെ വളർത്തുകയാണ്. ഞാൻ നേരത്തെ വളർത്തിക്കൊണ്ടത് മലബാറി ഇനം ആടുകളാണ്. ഇപ്പോൾ ഞാനൊരു ഷിരോഗി ക്രോസിംഗ് ആണ്, ഷിരോഗി ഇനം ആടിനാണ് വളർത്തുന്നത്. എനിക്ക് ഡെയിലി 2 ലിറ്റർ പാല് വീട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളർത്തുമ്പോൾ ആടിനെ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ആടുകളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിറ്റഴിക്കാനും സാധിക്കും. ആര് വന്ന് നോക്കിയാലും നമ്മുടെ കൂട്ടിലെ ആട് നല്ല ആടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് കൊണ്ടുവരും. അപ്പോൾ ചെറിയ നാടൻ ഇനങ്ങളെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ വലിയ വളർച്ചയില്ലാത്ത ടൈപ്പ് ആണെങ്കിൽ അത് കാണുന്നവർക്ക് അത് ഒരു ഇതായിട്ട് തോന്നിയില്ല, നമുക്ക് വിലയും കിട്ടത്തില്ല. ഇപ്പോൾ ആണെങ്കിൽ ഇതിന് നല്ല രീതിയിലുള്ള വിലയും കിട്ടുന്നുണ്ട്, നമുക്ക് പാലും കിട്ടുന്നു. നമുക്ക് പാല് ഉപയോഗിക്കുന്നത് നാട്ടിൻ പാല് പോഷകഗുണമുള്ളതാണ്. 2 ലിറ്റർ പാൽ രാവിലെ ഒരു 1 ലിറ്റർ മിച്ചം 1.5 ലിറ്റർ അടുത്ത് കിട്ടാറുണ്ട്, വൈകിട്ടും കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്കത് ലാഭകരമായിട്ടാണ് തോന്നുന്നത്. സമ്മിശ്ര കർഷകയായ താങ്കൾ ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ വിപണി ഒരു പ്രശ്നമാണോ? കാരണം ഈ തൂക്കുപാലം പോലുള്ള സ്ഥലങ്ങളിൽ മുൻപ് ഗ്രാമീണ ചന്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചന്തയിലൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു സാഹചര്യം എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഞാൻ വിപുലമായ രീതിയിൽ കൂർക്ക കൃഷി ചെയ്തിരുന്നു. 2022 ഞാൻ ഒരു 4.5 കിൻഡൽ ഓളം കൂർക്ക കൃഷി ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് വന്നു അത് വിറ്റഴിക്കാൻ. കടക്കാരൊക്കെ വാങ്ങിയിട്ട് വലിയ നല്ല കൂർക്കയായിരുന്നു, അതായത് നല്ല മുഴുത്ത ചേമ്പിൻ വിത്ത് പോലെയുള്ള കൂർക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ കടക്കാരൊക്കെ വാങ്ങി നമുക്കല്ല വില കിട്ടും. നമുക്ക് 40 രൂപ 50 രൂപ കിട്ടിയപ്പോൾ അവരത് 80 രൂപയ്ക്ക് വരെ വിറ്റഴിച്ചു. സ്ഥിരമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ കൂർക്കയുടെ കൂടെ 30 രൂപ വിലയുള്ള തമിഴ്നാട്ടിലെ കൂർക്കയും ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ കൂർക്ക വിറ്റഴിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള വർഷങ്ങളിൽ കുറച്ച് മാത്രം കൃഷി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷം ഞാൻ 60 കിലോയുടെ കൃഷി ചെയ്തോളൂ. നല്ല രീതിയിൽ അത് വിറ്റഴിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കൃഷി തന്നെ വളരെയധികം ചെയ്തു കഴിഞ്ഞാൽ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എപ്കോ ഷോപ്പ് ഉള്ളതുകൊണ്ട് വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. രാമക്കൽമേട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ. അപ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ കൃഷിയിടവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഫാം ടൂറിസം എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? രാമക്കൽമേട് മേഖല കേന്ദ്രീകരിച്ച് വളരെ വിപുലമായ രീതിയിൽ ടൂറിസം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ അവിടെ ഫാമുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് വികസിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ടൂറിസം വന്നതിന് ശേഷം വളരെയധികം കുടുംബങ്ങൾ ഓഫ് റോഡ് സർവീസ് നടത്തിയും അവിടെ ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തിയൊക്കെ കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. അവരുടെ ജീവിത ഉപാധിയായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം വളർന്നത് കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം ആ മേഖലയിലൂടെ കടന്നു പോകുന്ന വളരെയധികം മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, വടക്കൻ ജില്ലകളിൽ നിന്ന് കടന്നു വരുന്ന ടൂറിസ്റ്റുകളെ ഇവിടെ വരുമ്പോൾ എൻ്റെ ഭൂമിയിൽ തന്നെ ഞാൻ വിളവെടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവിടെ വാഹനം നിർത്തി 30 കിലോ കൂർക്ക കൊണ്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പയർ, പച്ചക്കറികൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാമിൽ തന്നെ, അതായത് കൃഷി എടുക്കുന്ന മേഖലയിൽ തന്നെ അത് ആ റോഡിലേക്ക് ഇറക്കി വെച്ചാൽ തന്നെ അത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലേക്ക്
കാർഷിക മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൂമിയെ കവർ ചെയ്ത നടുഭാഗത്തോടെയാണ് റോഡ് ഇപ്പോൾ ഹൈവേ കടന്നു പോകുന്നത്. റോഡിൻ്റെ വലതുവശം എന്ന് പറയുന്നത് ബോർഡർ ഏരിയയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവിടെ ഫെൻസിങ് ഇല്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ആ മേഖല വിട്ടിട്ട് വഴിക്ക് റോഡിന് താഴ്വശത്ത് മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. റോഡിന് ഉള്ള എതിർവശം പൂർണ്ണമായിട്ടും നമുക്ക് കൃഷിക്ക് ഉപയുക്തമാക്കാൻ സാധിക്കാത്ത തരിശായിട്ട് ഇടേണ്ട ഒരവസ്ഥയാണ്. അവിടെയും കൂടെ ഫെൻസിങ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃഷി ചെയ്തെടുക്കാമായിരുന്നു. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവരൊക്കെ എന്ത് ചെയ്യുന്നു? താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യാറുണ്ടോ? അക്കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഭർത്താവ് കൃഷിയിൽ സഹായിക്കുകയാണ്. കൃഷി തന്നെയാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. മകൻ MSc ഫുഡ് ടെക്നോളജി ചെയ്യുന്നു. MSc ബയോടെക്നോളജി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അടുത്ത MSc കൂടെ ചെയ്യുകയാണ്. അവന് കൃഷിയിലാണ് താല്പര്യം, അതുകൊണ്ടാണ് ബയോടെക്നോളജി തിരഞ്ഞെടുത്തത്. പിന്നെ ബയോടെക്നോളജി തിരഞ്ഞെടുത്തപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നത് കൊണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ കോവിഡ് ബാച്ചാണെന്നുള്ള ഒരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട് ജോലി ലഭിക്കാതെ വന്നതുകൊണ്ട് അവനിപ്പോൾ MSc ഫുഡ് ടെക്നോളജിയും കൂടെ ചെയ്യുകയാണ്. പിന്നെ ഇളയതും മകളാണ്, അവൾ MSW ചെയ്യുന്നു. MSW ഇപ്പം 4th സെമ്മിലേക്ക് പ്രവേശിക്കുകയാണ്. അമൃത യൂണിവേഴ്സിറ്റി കൊല്ലത്താണ് പഠിക്കുന്നത്. പെൺകുട്ടി ഹോസ്റ്റലായതുകൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നില്ല. മോനും അവധിയുള്ള സമയത്തല്ല എന്നെ കൃഷിയിൽ സഹായിക്കും. ഞങ്ങളെ രണ്ടുപേരെയും കൃഷിയിൽ സഹായിക്കും. താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കിസാൻ വാണിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ രാമക്കൽമേട്ടിലെ കർഷകയായ ശ്രീമതി KT സുശീലയുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ER അനുരാജ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. മടിശീല നിറയ്ക്കും മധുരക്കനി മാംഗോസ്റ്റീൻ. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KM സുനിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്. പഴവർഗ്ഗങ്ങളിലെ റാണിയായ മാംഗോസ്റ്റീൻ ഉഷ്ണമേഖലയിലെ നിത്യഹരിത വൃക്ഷമാണ്. കുടംപുളിയുടെ അടുത്ത ബന്ധു. ഏതാണ്ട് 2 നൂറ്റാണ്ട് മുമ്പ് മലേഷ്യയിൽ നിന്ന് മാംഗോസ്റ്റീൻ ഇന്ത്യയിലെത്തി. തെക്കേ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുമെങ്കിലും വളരെ പരിമിതമായ സ്ഥലത്തെ ഈ വൃക്ഷം കൃഷി ചെയ്യുന്നുള്ളൂ. വിത്ത് വഴിയാണ് മാംഗോസ്റ്റീൻ്റെ പ്രജനനം. പാകമായ കായകളിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ വിത്ത് വേർതിരിച്ച് 5 ദിവസത്തിനകം നടണം. വിളവെടുത്തയുടൻ നടുന്ന വിത്തുകൾക്ക് 96% മുതൽ മുളയ്ക്കൽ ശേഷിയുണ്ട്. ശീതീകരിച്ച് സൂക്ഷിച്ചാൽ 1 മാസം വരെ വിത്ത് കേടുകൂടാതെ ഇരിക്കും. 3 ആഴ്ച മതി വിത്ത് മുളയ്ക്കാൻ. കാലവർഷാരംഭത്തോടെ മരത്തിന് ചുറ്റും ആഴം കുറഞ്ഞ തടമെടുത്ത് അതിൽ ജൈവവളങ്ങളും പച്ചില വളങ്ങളും ഇട്ട് മൂടുക. 50 വർഷം പ്രായമായ മരങ്ങൾക്ക് ചാണകം 45 കിലോഗ്രാം, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇവയിൽ ഏതെങ്കിലും 2 അല്ലെങ്കിൽ 3 കിലോ, എല്ലുപൊടി 1-2 കിലോ ഇങ്ങനെ നൽകണം. രാസവളം 17:17:17 മിശ്രിതം മരം ഒന്നിന് 1 കിലോഗ്രാം എന്ന നിരക്കിൽ മേൽവളമായി ഇടാം. ഇലകൾ, വാഴപ്പിണ്ടി, തൊണ്ട് ഇവ കൊണ്ട് തടത്തിൽ പുതയിടാം. വേനൽക്കാലത്ത് ഇടയ്ക്ക് നനയ്ക്കണം. തെക്കേ ഇന്ത്യയിൽ തന്നെ പലയിടത്തും മാംഗോസ്റ്റീൻ്റെ പൂവിടലും കായ്ക്കലും പല സമയത്താണ് കാണപ്പെടുന്നത്. വയനാട്ടിൽ സാധാരണ മാർച്ച്, ഏപ്രിൽ മാസമാണ് മാംഗോസ്റ്റീൻ്റെ പൂക്കാലം. ശിഖരങ്ങളുടെ അഗ്രത്തായി 5 മുതൽ 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള കമ്പുകളിലാണ് പൂക്കളുണ്ടാകുക. വൈകിട്ട് 5:30 മുതൽ 6 വരെയുള്ള സമയത്താണ് പൂക്കൾ വിരിയുന്നത്. കായകളുണ്ടായി 100-120 ദിവസമാകുമ്പോഴാണ് പരമാവധി തൂക്കം വെച്ച് തീരുന്നത്. കായ പിടിച്ച് 30 ദിവസമാകുമ്പോഴേക്കും ധാരാളമായി കായ പൊഴിയും. മൊത്തം കായപിടുത്തത്തിൻ്റെ 41% കൊഴിഞ്ഞു പോകുന്നു. നന്നായി നനച്ചു വളർത്തിയാൽ കായ പൊഴിച്ചിൽ ഗണ്യമായി കുറയ്ക്കാം. കായകൾ പൊതുവെ മിനുസമുള്ളതും കടും വയലറ്റ് നിറവുമാണ്. കായ്ക്ക് കേരളത്തിലെ സമതലങ്ങളിലേതിനേക്കാൾ വലുപ്പവും മധുരവും കൂടുതൽ വയനാട്ടിലാണ്. ഒരു മരത്തിൽ നിന്ന് 400 മുതൽ 500 വരെ കിലോ പഴങ്ങൾ ലഭിക്കും. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളാണ് വയനാട്ടിൽ വിളവെടുപ്പ് കാലം. സമതലങ്ങളിൽ ഇത് ഏപ്രിൽ, ജൂലൈയും. നല്ല പച്ച നിറമുള്ള കായകൾക്ക് മൂപ്പെത്തുമ്പോൾ പുറംതോടിന് 25% വരെ പർപ്പിൾ നിറമാകും. ഈ അവസരത്തിലാണ് വിളവെടുക്കേണ്ടത്. ഒന്നിടവിട്ട ദിവസം വിളവെടുക്കാം. കായ പറിച്ച് ഏകദേശം 90 ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ നിറമാറ്റം ഉണ്ടാകും. ക്രമമില്ലാത്ത കായപിടുത്തമാണ് മാംഗോസ്റ്റീൻ്റെ സ്വഭാവം. തുടക്കത്തിൽ 200 മുതൽ 300 കായകൾ വരെ പിടിക്കും.
ഇത് ക്രമേണ 1200 മുതൽ 1500 കായകൾ വരെയാകും. കാലാവസ്ഥ, മണ്ണിൻ്റെ സ്ഥിതി, കൃഷിരീതി എന്നിവയനുസരിച്ച് പല വർഷങ്ങളിലും കായ്പിടുത്തം വ്യത്യസ്തമാണ്. മറ്റ് ഉഷ്ണമേഖലാ ഫലങ്ങളെ അപേക്ഷിച്ച് മാംഗോസ്റ്റീൻ്റെ പഴുത്ത കായകൾ ഒരാഴ്ചയിലേറെ കേടുകൂടാതെ സൂക്ഷിക്കാം. ശീതീകരിച്ചാൽ സൂക്ഷിപ്പ് കാലം 36 ദിവസം വരെ നീളും. പോളിത്തീൻ സഞ്ചിയും തടിപ്പെട്ടി, കാർഡ്ബോർഡ് പെട്ടി എന്നിവയിലും സൂക്ഷിക്കുന്ന ഫലങ്ങൾ 12 ദിവസം വരെ കേടാകുകയില്ല. ശീതീകരിച്ച് സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ കായകൾ മുളക്കുട്ടകളിൽ സൂക്ഷിക്കുന്നതാണ് പോളിത്തീൻ കവറിലോ തുറന്ന സ്ഥലത്തോ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത്. രോഗബാധയില്ലാത്ത, മുറിവ് പറ്റാത്ത, ഏകദേശം പാകമായ പഴങ്ങളാണ് സംഭരിക്കാനും മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കാനും നന്ന്. 50 മുതൽ 55 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ വെച്ചാൽ 3-4 ആഴ്ച വരെ കേടാകുകയില്ല. ഔഷധ ഗുണവുമുണ്ട് മാംഗോസ്റ്റീന്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് അത്യുത്തമം. കായുടെ പുറംതോട് ഉണക്കിപ്പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ എത്ര പഴകിയ അതിസാരവും വയറുകടിയും മാറുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ കരൾ സംബന്ധമായ ക്രമക്കേടുകൾക്കും അത്യുഷ്ണം ക്രമീകരിക്കാനും എല്ലാറ്റിനുമുപരി ക്ഷീണം അകറ്റാനും ഇതിന് കഴിയും. കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ മാംഗോസ്റ്റീൻ നന്നായി വളരും. കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് കൂടുതൽ ആദായം നൽകാൻ ഇതിനു കഴിയും. പ്രാദേശിക വിപണിയിൽ മാംഗോസ്റ്റീൻ അപൂർവമായേ കിട്ടാറുള്ളൂ. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും വിദൂര വിപണികളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. 1 കിലോഗ്രാമിൽ 10 മുതൽ 15 കായകൾ വരെ കാണാറുണ്ട്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.